കുതിച്ചുയർന്ന സ്വർണ്ണവില. കേരളത്തിൽ സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയരത്തിൽ. ഇന്ന് ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് വില 10,945 രൂപയായി. 640 രൂപ മുന്നേറി 87,560 രൂപയിലാണ് പവൻ. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് ബീന റാണി നൽകും. ബീന, അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം വലിയ തോതിൽ സ്വർണ്ണവില ഉയർന്നിട്ടില്ല. ഇനിയും ഒരുപാട് ആഘോഷങ്ങൾ, അതോടൊപ്പം തന്നെ വിവാഹങ്ങളൊക്കെ ധാരാളം നടക്കുന്ന സമയമൊക്കെ കടന്നു വരാൻ പോവുകയാണ്. ഈ സമയത്താണല്ലോ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ റോക്കറ്റ് കുതിക്കുന്നത് പോലെ മുകളിലേക്ക് പോകുന്നത്. തീർച്ചയായും ഗൗതം, സെപ്റ്റംബർ ആദ്യം 77,000-അടുത്ത് നിന്ന സ്വർണ്ണവിലയാണ് ഇപ്പോൾ 87,560 ഏതാണ്ട് 2 ദിവസം ഉപഭോക്താക്കൾക്ക് തെല്ല ആശ്വാസമായി സ്വർണ്ണവില കുറഞ്ഞിരുന്നു. അതും കൂടെ കൂട്ടി ഏതാണ്ട് 3 ദിവസത്തെ കണക്കെടുത്താൽ 1000 രൂപയ്ക്കടുത്ത് സ്വർണ്ണവില 3 ദിവസമായിട്ടുള്ള കണക്കിനനുസരിച്ച് കൂടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് മാത്രം 640 രൂപ, അതായത് ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 640 രൂപയാണ് ഒരു പവനിൽ വർധന വന്നിരിക്കുന്നത്. ഒരു ഗ്രാമിന് ഇന്ന് 10,945 ഒരു പവന് 87,560 രൂപയും നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഈ നിരക്കിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. അതായത് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ പണിക്കൂലി, GST ഉൾപ്പെടെ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് തുക നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വർണ്ണവില ഇത്തരത്തിൽ കുതിച്ചു കയറുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹ സീസണൊക്കെ തുടരുന്നതിനാൽ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു കയറുന്നത് ഉപഭോക്താക്കൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ വ്യാപാരശാലകളിൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ വലിയ കുറവ് കാണുന്നില്ല എന്നാണ് വിപണിയിലുള്ളവർ പറയുന്നത്. കാരണം സ്വർണം ഒരു നിക്ഷേപമായാണ് ഒരു പറ്റം ആളുകൾ കാണുന്നത്. അവർ അത് സ്വർണത്തെ ഒരു വലിയ നേട്ടം കൊയ്യുന്ന ഒരു വസ്തുവായി കാണുന്നു. അതായത് കുറഞ്ഞ കാലയളവിൽ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്ന ഒരു വസ്തുവായി തന്നെ സ്വർണത്തെ കാണുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു വലിയ വൈകാരിക വസ്തുവും കൂടാണ് സ്വർണം. അതുകൊണ്ട് ഉത്സവ സീസൺ അടുക്കുമ്പോൾ സ്വാഭാവികമായും സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിക്കാറുണ്ട്. ദീപാവലി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വർണ്ണവില ആ ഒരു കാരണം കൊണ്ടും സ്വർണ്ണവിലയെ വർധനവ് രേഖപ്പെടുത്താറുണ്ട്. ഒപ്പം തന്നെയാണ് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ ഇതിൻ്റെ റിസർവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ വരുന്നത് കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ രൂപ ഡോളർ വിനിമയ നിരക്കിലെ വ്യതിയാനവും സ്വർണത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. എന്തായാലും വിപണിയിൽ ഇത് സംബന്ധിച്ച് വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നില്ല. സ്വർണം ആവശ്യമുള്ളവർ ഇപ്പോഴും സ്വർണം വാങ്ങുന്നുണ്ട്. ഒപ്പം സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്കിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയ തോതിൽ വില കൂടുമ്പോഴും, മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ സ്വർണത്തിന് വില കൂടുമ്പോഴും വിപണിയെ അത് ബാധിക്കുന്നില്ല. ആവശ്യക്കാർ വന്ന് വാങ്ങി തിരിച്ചു പോകുന്നുവെന്നാണ് ബീന റാണി കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.